അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ്. ഇതിനു മുമ്പ് ഈ വിഷയത്തിൽ ഏതാനും വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. ഇനിയും പലതും ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഏറ്റവും ഒടുവിൽ ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ മകളെ കാണിച്ച് അമ്മയെ കെട്ടിക്കുന്ന പരിപാടിയെക്കുറിച്ചായിരുന്നു. അതിന് വലിയ റെസ്പോൺസുണ്ടായിരുന്നു. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും കോൺഗ്രസ്സുകാരെ വിളിച്ച് ഈ അഭിപ്രായത്തോട് യോജിപ്പറിയിച്ചു. ഒരാൾ മാത്രമാണ് രൂക്ഷമായിട്ട് പ്രതികരിച്ചത്. പുള്ളി പറഞ്ഞത് അമ്മയല്ല അമ്മുമ്മയെ കെട്ടിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ്. അങ്ങനെയും പറയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടും പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ വീഡിയോ പോയ അന്ന്, അതായത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഒരു 4-4:30 മണിയായി കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ ഖത്തറിൽ നിന്ന് വിളിച്ചു. പ്രവാസിയാണ്, മലയാളിയാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ തൃത്താല അസംബ്ലി മണ്ഡലത്തിൻ്റെ പരിധിക്കകത്ത് താമസിക്കുന്ന ആളാണ്, കോൺഗ്രസ്സുകാരനാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുള്ളി ഖത്തറിൽ നിന്ന് തൃത്താലയിൽ പറന്നെത്തി വോട്ട് ചെയ്ത ആളാണ്. പുള്ളി പറയുന്നതനുസരിച്ചാണെങ്കിൽ പുള്ളിയുടെ വയോധികനായ പിതാവിനെയും കൈപിടിച്ച് ഇദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ വാപ്പയെ കൊണ്ട് വോട്ട് ചെയ്യിച്ചു. വോട്ട് കൈപ്പറ്റിക്കായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തൃത്താലയിൽ നിന്ന് ജയിച്ച VT ബൽറാം അടക്കം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ബദ്ധകച്ഛനായി നിൽക്കുകയാണ്. അതുകൊണ്ട് വാപ്പിച്ച് വീട്ടിൽ ഭയങ്കര ബഹളമാണ്.